ഹിഫ്ലിൽ ചേർക്കാൻ വേണ്ടി പോയപ്പോ ഇവനെയും അവിടെ ഉസ്താദിന്റെ അടുത്ത് കൊണ്ടുപോയി അവിടുന്ന് മന്ത്രിച്ചു കൊടുത്ത് അങ്ങനെ പട്ടിക്കാട് ജാമിയ നൂരിയ സ്ഥാപനത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒറവമ്പുറത്തെ മദ്രസത്തുൽ ഹിഫാൽ എന്ന സ്ഥാപനത്തിൽ കൊണ്ടുപോയി ചേർത്തു. അൽഹംദുലില്ലാ 1 വർഷം കൊണ്ട് ഹിഫ്ല് പൂർത്തിയാക്കി. 1.5 വർഷം കൊണ്ട് ഹിഫ്ല് പൂർത്തിയാക്കി. ബാക്കി അതിന്റെ വരുന്ന 5 മാസം അല്ലെങ്കിൽ 6 മാസം കൊണ്ട് ആ ഹിഫ്ലിന്റെ ദൗറയും പൂർത്തിയാക്കി. സമ്മേളനം നടന്നപ്പോ, പട്ടിക്കാട് സമ്മേളനം നടന്നപ്പോ ബഹുവന്യരായ ഉസ്താദുമാരിൽ നിന്ന് സനദ് സ്വീകരിക്കുകയും ചെയ്തു. പിന്നീട് പഠിച്ചത് തറയിട്ടാൽ ഹസൻ സഖാഫി, ഊരകം അബ്ദുറഹ്മാൻ സഖാഫി, TC ഉസ്താദ് ആക്കോട് ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ എടവണ്ണപ്പാറ ദാറുൽ അമാൻ എന്ന സ്ഥാപനത്തിലാണ് പഠിച്ചത്. തറയിട്ടാൽ ഉസ്താദാണ് സഖാഫിയുടെ വളർച്ചയുടെ പിന്നിൽ പ്രധാനമായി പ്രവർത്തിച്ചത് എന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം. ഉസ്താദ് വേദികൾ കൊടുത്തു, അവസരങ്ങൾ നൽകി. ഹിഫ്ല് പൂർത്തിയാക്കിയ കുട്ടിയാണല്ലോ എന്ന നിലക്ക് അക്കാലത്ത് ഫത്തഹ് പള്ളിയിൽ, കൊണ്ടോട്ടിയിലെ ഫത്തഹ് പള്ളിയിൽ റമളാനിന് ഇമാമത്തിന് അവസരം കൊടുത്തു. ഖത്തീബ് ഇല്ലാത്ത സമയത്ത് ഖുതുബ ഓതാനും അവസരം കൊടുത്തു. അപ്പോഴാണ് നമ്മുടെ ഷാഫി സഖാഫി ഉസ്താദ് മുണ്ടമ്പ്ര അവിടെ ഖുർആൻ ക്ലാസ് എടുത്ത് വരും. റമളാനിന് എല്ലാ ദിവസവും ളുഹർ മുതൽ അസ്ർ വരെ ക്ലാസ് ഉണ്ടാകും. ഉസ്താദിന് തിരക്കാകുന്ന സമയത്ത് അപ്പൊ ഉസ്താദ് വിളിച്ചു പറയും, ഇന്ന് നിങ്ങൾ പ്രസംഗിക്കണമെന്ന്. അവിടുന്നാണ് തുടക്കം. അപ്പൊ 2 ദിവസം മുമ്പ് അതിന് സാധ്യത അറിയിക്കും. ഖുർആന് പഠിച്ച ആളാണല്ലോ. അങ്ങനെ ആ അവസരം ഉപയോഗപ്പെടുത്തി കൊണ്ടോട്ടി ഫത്തഹിൽ നിന്നാണ് പ്രസംഗ കല തുടങ്ങുന്നത്. പിന്നീട് തറയിട്ടാൽ ഉസ്താദ് ഒരു കഴിവുള്ള വിദ്യാർത്ഥിയാണ് എന്ന നിലക്ക് എല്ലാ ചുവടുവെപ്പുകളും എല്ലാ നേതൃത്വവും നൽകി, എല്ലാ ആശീർവാദവും കൊടുത്തു. അപ്പോ ദാറുൽ അമാനിൽ നിന്ന് ഒരു 7 വർഷം അവിടെ പഠിച്ചു. പിന്നീട് ചെറിയ പി ഉസ്താദിന്റെ അടുത്ത് അവിടെ കൊണ്ടുപോയി ചേർത്തി. ബാക്കി വലിയ കിതാബുകളൊക്കെ അവിടുന്ന് ഓതി. ഉസ്താദിന്റെ സമ്മതത്തോടെ മർക്കസിൽ പോയി പഠിച്ചു, സഖാഫിയായി. ഉസ്താദിന്റെ സമ്മതത്തോടുകൂടെ തന്നെ അവിടെ നമ്മുടെ അവേലത്ത് സാദാത്തുക്കളുടെ താല്പര്യപ്രകാരം അവിടെ മുദരിസായി സേവനം ആരംഭിക്കുകയും ചെയ്തു. ചെറിയ പി ഉസ്താദ് എന്നോട് പറഞ്ഞു, അനുജൻ എന്താ ചെയ്യണ്, നമ്മൾ അവിടെ മുദരിസാക്കല്ലേ, പൈസ ഒന്നും കിട്ടൂല, വലിയ മഹബത്തുള്ള ആൾക്കാരാ, പിന്നെ തങ്ങന്മാരാണല്ലോ, ഓലൊരു ഹിമായത്തൊക്കെ ഉണ്ടാവും, ഞാൻ അവിടെ കുറെ കൊല്ലായി നിക്കണ്, പക്ഷെ എനിക്കെന്തോ ഒരു ബർക്കത്തുണ്ട്, അതുകൊണ്ട് അനിയനും അവിടെ നിന്നോട്ടല്ലേ, ഉസ്താദ് പറയും പോലെ ചെയ്യാം, അതിന്റെ അപ്പുറത്തേക്കൊന്നുമില്ല എന്ന് പറഞ്ഞു. അവിടെ ദർസ് ആരംഭിച്ചു. പിന്നീടുള്ള എല്ലാ ഉയർച്ചയും ചെറിയ പി ഉസ്താദിന്റെ നിയന്ത്രണത്തിലാണ്. അവിടുന്ന് മർക്കസിലേക്ക് പോകും, അവിടുന്ന് പിന്നെ ഇവിടത്തേക്ക് വരുന്നതും ഇവിടുന്ന് മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നതൊക്കെ ഉസ്താദിന്റെ നിർദ്ദേശപ്രകാരം ഉസ്താദ് പറയുന്നത് പോലെ. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചത് പ്രകാരം മർക്കസിൽ പഠിക്കുന്ന കാലത്ത് തന്നെ ഇവിടെ വെള്ളിയാഴ്ച ഖുതുബ ഓതാൻ വേണ്ടി വരാറുണ്ട്. അപ്പൊ ഞാൻ ഓമശ്ശേരിയിൽ സേവനം ചെയ്യുമ്പോ ഇടക്ക് എനിക്ക് അസൗകര്യം ഉണ്ടാകുമ്പോ അനിയനെയാണ് വിളിക്കല്. ഖുതുബ ഓതാനും അവിടെ പ്രസംഗിക്കാനൊക്കെ വിളിക്കും. അന്ന് മർക്കസിൽ പഠിക്കുകയാണല്ലോ. അപ്പോ 1 വർഷം 2 വർഷം ഇങ്ങനെ കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, ഇനി ചിലപ്പോ ഞാൻ അങ്ങോട്ട് ഖുതുബ ഓതാൻ വന്നോളണമെന്നില്ല, ഇങ്ങനെ ചെറുപ്പാലം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് അവിടെ ഖുതുബക്ക് പറഞ്ഞിട്ടുണ്ട്, ഉസ്താദ് അവിടെ പോകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, അപ്പൊ ഇനി അങ്ങോട്ട് ഖുതുബക്ക് പോകുന്നു പറഞ്ഞു. അങ്ങനെയാണ് ഇവിടെ ആദ്യം ഖത്തീബായിട്ടാണ് സേവനം ചെയ്യുന്നത്. പിന്നെയാണ് മുദരിസായി വരുന്നത്. അൽഹംദുലില്ലാ, നിങ്ങൾ ആണ് യഥാർത്ഥത്തിൽ ഇവിടെ ഒരു 11 വർഷം അല്ലെങ്കിൽ 12 വർഷം ഇവിടെ അധ്യാപനം നടത്തുമ്പോൾ, തദ്രീസ് നടത്തുന്ന സമയത്ത് ഒരുപാട് വേദികൾ കിട്ടി, നിങ്ങൾ ഏറെ സന്തോഷങ്ങൾ നൽകി, അതിനു പിന്നിൽ വളരാൻ കഴിഞ്ഞു. നേരെ മറിച്ച് ഇവിടെ എപ്പോഴും നിങ്ങൾ ഇമാമത്തിന് ഉണ്ടാവണം, മരിച്ച വീട്ടിൽ നിങ്ങൾ പോകണം, എല്ലാത്തിനും നിങ്ങൾ ഇവിടെ ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ അങ്ങനെ വളരാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ ആവശ്യത്തിന് സ്വാതന്ത്ര്യം കൊടുത്തു. 2ാമത് ദിരിസായി നമ്മുടെ ജലീൽ അഹ്സനി ഉസ്താദും ഇവിടെ ഉണ്ടായപ്പോ അനുജന് വളരാനുള്ള സാധ്യത ഉണ്ടായി, നിങ്ങൾക്ക് അതിൽ വലിയ സന്തോഷമുണ്ടായി. അതുകൊണ്ട് എല്ലാ വേദികളിൽ വെച്ച് നടത്തുന്ന പ്രാർത്ഥനകളിലും ചെറുപ്പാലത്തെ മഹല്ല് നിവാസികൾ ഉണ്ടാകും. നിങ്ങൾക്കാണ് അതിന് വലിയ പങ്ക്. അള്ളാഹു നിങ്ങൾക്ക് അതിനുള്ള എല്ലാ സന്തോഷവും നിലനിർത്തി തരട്ടെ. ആമീൻ.